ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട വാത്സല്യ സഹോദരങ്ങളെ, സങ്കീർത്തന മാതിരിയുടെ 88ാമത്തെ എപ്പിസോഡിലേക്ക് ഏവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ 87 എപ്പിസോഡുകൾ സ്ഥിരമായി കേൾക്കുകയും ധ്യാനിക്കുകയും പ്രയോജനപ്പെടുത്തുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത ഏവരെയും ദൈവസന്നിധിയിൽ സമർപ്പിക്കുകയാണ്. സ്നേഹത്തോടെ ഓർക്കുകയും തുടർന്നുള്ള പഠനത്തിനും ധ്യാനത്തിനും നിങ്ങളുടെ പ്രാർത്ഥന ദൈവനാമത്തിൽ ആവശ്യപ്പെടുകയും ചെയ്യുന്നു. സങ്കീർത്തനങ്ങളുടെ വ്യാഖ്യാനം യഥാർത്ഥത്തിൽ ഒരു വലിയ കടലിൽ, മഹാസമുദ്രത്തിൽ മുത്തു തേടുന്ന ഒരു മുക്കുവനെ പോലെ, മീൻ പിടിക്കാനിറങ്ങുന്ന ഒരു മുക്കുവനെ പോലെ മാത്രമാണ്. അവൻ്റെ വലയിൽ അകപ്പെടുന്നത് ചിലപ്പോൾ കുറച്ച് മീനുകൾ മാത്രമാണ്. ഒരു മുക്കുവൻ മീൻ പിടിക്കാൻ പോകുമ്പോൾ അവൻ്റെ വലയിൽ, അവൻ്റെ ബോട്ടിൽ കുറേയേറെ മീനുകൾ കിട്ടുമായിരിക്കും. ഇത്രയും മീനുകൾ മാത്രമേ ഉള്ളൂ, ഇത്രയും സ്പീഷീസ് മാത്രമേ അവിടെ ഉള്ളൂ എന്ന് അവനൊരിക്കലും ചിന്തിക്കാറില്ല. അവൻ്റെ വലയിൽ കുടുങ്ങിയത് അത്രമാത്രമേ ഉള്ളൂ. കുടുങ്ങാത്ത ഒരുപാട് മത്സ്യങ്ങൾ, ജീവജാലങ്ങൾ ഇപ്പോഴും ഉണ്ട്. അതോടൊപ്പം തന്നെ മുത്തുവാരുന്നവരെ സംബന്ധിച്ച് ഒത്തിരി മുത്തുകൾ വാരിയിട്ടുണ്ട്, പവിഴവും മറ്റും കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇനിയും കണ്ണിൽപ്പെടാതെ കിടക്കുന്ന ഒരുപാട് മുത്തുകളും പവിഴങ്ങളും ഒക്കെയുണ്ട്. അതൊക്കെ കണ്ടെത്തുവാൻ തക്കവണ്ണം ഇനിയും ഒരുപാട് അന്വേഷണങ്ങൾ വേണം. എല്ലാമൊന്നും നമ്മൾക്ക് വെളിപ്പെട്ട് കിട്ടത്തില്ല. ഒരിക്കലും നമ്മൾ അങ്ങനെ ആഗ്രഹിക്കുകയും ചെയ്യരുത്. ഭൗതികമായ എല്ലാ കാര്യങ്ങളും നമ്മൾക്ക് വെളിപ്പെട്ട് കിട്ടിയിട്ടില്ല. അത് ആത്മീക ചിന്തയിലും അങ്ങനെ തന്നെയാണ്. നമ്മളുടെ പരിപോഷണത്തിനുള്ളത് ദൈവം തമ്പുരാൻ തരും. പ്രത്യേകിച്ച് ഈ വേദപുസ്തകമൊക്കെ വ്യാഖ്യാനിക്കുക എന്ന് പറയുമ്പോൾ, സങ്കീർത്തന ഭാഗം വ്യാഖ്യാനിക്കുക എന്ന് പറയുന്നത്, ദൈവത്തെ പൂർണ്ണമായി അറിഞ്ഞ, ദൈവത്തോടൊപ്പം യാത്ര ചെയ്തവർ, അവർക്ക് വെളിപ്പെട്ട മർമ്മങ്ങളാണ്. ആ വെളിപ്പെട്ട മർമ്മങ്ങൾ കുറിച്ച് വെച്ചിരിക്കുന്നതാണ് നമ്മൾക്ക് ഇതിലൂടെ കിട്ടുന്നത്. ഒരു കാര്യം നമ്മൾ ചിന്തിക്കണം, അവർക്ക് വെളിപ്പെട്ട ചിന്താധാരകളുടെ അത്രയും ഒരു വെളിപ്പാട് നമ്മൾക്ക് എപ്പോഴും ലഭിക്കണമെന്നില്ല. കാരണം അതിന് തക്കവണ്ണമുള്ള ഒരു ഉയർച്ച നമ്മൾക്ക് കിട്ടണം, ആത്മീക ജ്ഞാനം നമ്മൾക്ക് കിട്ടണം. ചിലപ്പോൾ ഈ ആത്മീക ജ്ഞാനം കിട്ടുന്നത് വിദ്യാസമ്പന്നർക്ക് മാത്രമല്ല. തിരുവചനം പഠിപ്പിക്കുന്നത് പോലെ, കർത്താവേ, നീ ഇത് ജ്ഞാനികൾക്കും പണ്ഡിതന്മാർക്കുമൊക്കെ മറച്ച് കുഞ്ഞുങ്ങൾക്ക് മുല കുടിക്കുന്നവർക്ക് വെളിപ്പെടുത്തി കൊടുത്തല്ലോ എന്ന് പറഞ്ഞതുപോലെ ബലഹീനരായ നമ്മൾക്കൊക്കെ ഇത് വെളിപ്പെടുത്തി കിട്ടും. ചില ചിന്താധാരകൾ നമ്മൾ എത്ര വായിച്ചാലും നമ്മൾക്ക് കിട്ടത്തില്ല. ചിലപ്പോൾ നമുക്കറിയാം, എത്ര ചൂണ്ടയിട്ടാലും വലയിട്ടാലും ചില മീനുകളെ ഒന്നും കിട്ടത്തില്ല. കൊച്ചു പാടശേഖരത്താണെ പോലും ചിലതൊക്കെ പിടികിട്ടാതെ മൂത്ത് വിളഞ്ഞ് കിടപ്പുണ്ട്. ചില പ്രത്യേക സമയത്ത് അതും കുടുങ്ങും, അതിനെയും കിട്ടും. എന്നതുപോലെ ചില വലിയ മർമ്മങ്ങൾ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ആർക്കും വെളിപ്പെട്ട് കിട്ടും. അതിനൊരു ഗുരുവിൻ്റെ ആവശ്യം വേണമെന്നില്ല. പലപ്പോഴും പലരും പങ്കുവയ്ക്കുന്ന ചില ആശയങ്ങൾ സാധാരണക്കാരായ ആളുകൾ, വേദശാസ്ത്രം പഠിപ്പിക്കാത്തവർ അവരൊക്കെ പങ്കുവയ്ക്കുന്ന പല ആശയങ്ങൾ ഇതൊക്കെ പഠിപ്പിക്കുന്നവരെക്കാളും, ഒത്തിരി വായിച്ചവരെക്കാളും ശ്രേഷ്ഠമായി ജീവിതഗന്ധിയായി അനുഭവപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാനൊരു ചിന്ത പങ്കുവയ്ക്കുമ്പോൾ അതിനേക്കാളൊക്കെ ഉപരിയായ ചിന്താധാരകൾ പരിശുദ്ധ റൂഹായുടെ ആവാസത്താൽ നിങ്ങൾക്ക് കിട്ടും. പുതിയ കാര്യങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കും. ഞാനിത് പറയുമ്പോഴും ചിന്തകൾ മാത്രം പങ്കുവയ്ക്കുമല്ല, എങ്ങനെ ദൈവത്തിൻ്റെ ആ ഒരു അനുഭവത്തിലേക്ക്, ദൈവത്തിൻ്റെ സന്നിധിയിൽ പാദമിടറാതെ ജീവിച്ചവരുടെ അനുഭവങ്ങൾ എങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റും എന്നൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെയൊക്കെ ഏറ്റവും താഴെ ലെവലിൽ നമ്മൾ പറയത്തില്ലയോ, അക്ഷരമാല പഠിക്കുന്നവരുടെ ഒരു അനുഭവം, ഒരുപക്ഷെ അതിനേക്കാൾ ഉപരി പാട്ടുകളൊക്കെ പഠിക്കുന്ന കൊച്ചു കുഞ്ഞുങ്ങളുണ്ടല്ലോ, അവരുടെയൊക്കെ ഒരു അനുഭവം, ആ ഒരു അനുഭവം മാത്രമേ ഞാനും പ്രാപിച്ചിട്ടുള്ളൂ എന്ന് സാക്ഷിക്കുന്നതിൽ യാതൊരു സംശയവുമില്ല. 25ാം സങ്കീർത്തനം 1-ാം വാക്യം കഴിഞ്ഞ ആഴ്ച നമ്മൾ ധ്യാനിച്ചു കഴിഞ്ഞു. തുടർന്നുള്ള വാക്യങ്ങൾ നമ്മൾ വായിച്ചിരുന്നു. 2 തൊട്ട് ഉള്ള വാക്യങ്ങൾ ഞാൻ ഒന്നുകൂടി ഒന്ന് വായിക്കുകയാണ് ഇന്നത്തെ ധ്യാനത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടി. എൻ്റെ ദൈവമേ, നിന്നിൽ ഞാൻ ആശ്രയിക്കുന്നു, ഞാൻ ലജ്ജിച്ചു പോകരുതേ. എൻ്റെ ശത്രുക്കൾ എൻ്റെ മേൽ ജയം ഘോഷിക്കരുതേ. നിങ്കിലേക്ക് ഞാൻ മനസ്സുയർത്തുന്നു എന്നുള്ള ഭാഗത്തെപ്പറ്റി വിശാലമായി
നമ്മൾ ചിന്തിച്ചതായിരുന്നു. ഇന്ന് വീണ്ടും അതിൻ്റെ വാക്യമായിട്ട് പറയുകയാണ്, എൻ്റെ ദൈവമേ നിന്നിൽ ഞാൻ ആശ്രയിക്കുന്നു, ഞാൻ ലജ്ജിച്ചു പോകരുതേ. യഹോവയിൽ ആശ്രയിക്കുന്ന ഒരുവനും ലജ്ജിച്ചു പോകുകയില്ല. ദാവീദ് തന്നെ അത് സാക്ഷിച്ചിട്ടുണ്ട്. ഇവിടെ ദാവീദ് പറയുന്നത്, യഹോവേ എൻ്റെ ദൈവമേ നിന്നിൽ ഞാൻ ആശ്രയിക്കുന്നു, ഞാൻ ലജ്ജിച്ചു പോകരുതേ. അതൊരു അപേക്ഷയാണ്. അതിൽ നിന്ന് നടത്തിയ തിരിച്ചറിവ് അദ്ദേഹം മറ്റൊരു സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്, യഹോവയിൽ ആശ്രയിക്കുന്നവർ ആരും ലജ്ജിച്ചു പോകുകയില്ല. അവൻ നല്ലവനാണെന്ന് രുചിച്ചറിയണം. അവൻ ലജ്ജിച്ചു പോകുകയില്ല എന്ന് മറുപടി കിട്ടണമെന്നുണ്ടെങ്കിൽ, പറഞ്ഞു തരണമെന്നുണ്ടെങ്കിൽ, ഞാൻ ആശ്രയിക്കുന്ന ലജ്ജിച്ചു പോകരുതേ എന്നുള്ള അപേക്ഷയ്ക്ക് മറുപടി കിട്ടിയിട്ടുണ്ട്. അതായത് നമ്മൾ ദൈവസന്നിധിയിൽ ചോദിക്കുന്നത് എന്തെങ്കിലും കിട്ടിയിട്ട് എഴുന്നേറ്റ് പോകാനല്ല, പായും പടക്കിയിട്ട് എണീറ്റ് പോകാനല്ല, പൊടിയും തട്ടിയിട്ട് എണീറ്റ് പോകാനല്ല. മറിച്ച് നമ്മൾ ദൈവത്തോട് എന്തെങ്കിലും ചോദിച്ചാൽ ആ കിട്ടിയതിൻ്റെ മറുപടി അതറിയണം. നമ്മൾ പറയത്തില്ലേ, ഒരു കഥ വായിക്കുമ്പോൾ ആ കഥ നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുകയാണ്, അതിൻ്റെ ആ ഏറ്റവും പ്രധാനപ്പെട്ട സമയത്തെത്തുമ്പോൾ പെട്ടെന്ന് നിർത്തിക്കഴിഞ്ഞാൽ ഒരു വിഷമമാണ് നമുക്ക്. കാരണം കഥാകൃത്തിൻ്റെ മനസ്സിലിരുന്നിട്ട് കാര്യമില്ല. ചോദിച്ച ചോദ്യങ്ങളെ അല്ലെങ്കിൽ വരച്ചിട്ട കാര്യങ്ങളെ അതിൻ്റെയൊക്കെ ഒരു അവസാനം കിട്ടണം. ഒരു നല്ല കാഥികനാണെങ്കിലും ഒരു കവിയാണെങ്കിലും ഒക്കെ അതാ ചെയ്യുന്നത്. ഒരു കാവ്യം പാടി വരുമ്പോൾ അതിൻ്റെ അവസാനം അതിലെന്താ പറയുന്നത്, ഒരു തിരിച്ചറിവ് നൽകുന്നുണ്ട്. ഞാൻ ഒരു ചെറിയൊരു ഉദാഹരണം പറയാം. സുറിയാനി ക്രിസ്ത്യാനികളുടെ ശവസംസ്കാര ശുശ്രൂഷയിൽ 4-ാം ക്രമത്തിൽ പാടുന്ന ഒരു പാട്ട്. അത് തുടങ്ങുമ്പോൾ ഇങ്ങനെയാണ് പാടുന്നത്, ആളുകളേറ്റം എനിക്കെതിരായി ആലോചിക്കുന്നത് കേട്ടേൻ, ഞാൻ പാഴ്പാത്രം പോലായി. ഇങ്ങനെ ഒരു പെസിമിസ്റ്റിക് മോഡോടെയുള്ള ഒരു മെലങ്കോളിക് ഒരു മൂഡിലുള്ള പാട്ട് പാടുകയാണ്. ആളുകൾ എനിക്കെതിരായിട്ട് കൂടി ആലോചിക്കുന്നു, ഞാൻ പാഴ്പാത്രം പോലെയായി. ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അത്രയും കൊണ്ട് അവിടെ തീരുന്നില്ല. അത്രയൊക്കെ അതുകൊണ്ട് പറഞ്ഞു തീർന്നു കഴിഞ്ഞാൽ, ആ 3 സ്റ്റാൻസ പറഞ്ഞു തീർന്നു കഴിഞ്ഞാൽ നമുക്ക് വളരെ ദുഃഖം തോന്നും. ചേടാ ഇതിങ്ങനെയായിപ്പോയല്ലോ. എന്നാൽ അതിൻ്റെ അവസാനത്തിൽ ആ കവി പാടുകയാണ്, ആ പ്രാർത്ഥനയായി ചൊല്ലുകയാണ്, ചൊന്നേ നീതാനെൻ ദൈവം ഹല്ലേലൂയ, നിൻ കയ്യിൽ താൻ കാലങ്ങൾ. ചൊന്നേ നീതാനെൻ ദൈവം ഹല്ലേലൂയ, നിൻ കയ്യിൽ താൻ കാലങ്ങൾ. അതെ ദൈവമേ, നീ എൻ്റെ ദൈവമാണ്, കാലങ്ങൾ നിൻ്റെ കയ്യിലാണ് എന്ന് വെച്ചാൽ നമുക്കൊരു പുതിയ പാഠം പറഞ്ഞു തരികയാണ്. ആളുകൾ എതിരായാലും ആലോചിച്ചത് കേട്ടാലും ഞാൻ പാഴ്പാത്രം പോലെ ആയാലും ഒറ്റ കാര്യമേ ഉള്ളൂ. അതിൻ്റെ അവസാനത്തിലെ തിരിച്ചറിവ് വലിയതാണ്, വലിയൊരു കൺക്ലൂഷനിലേക്ക് എത്തുകയാണ്. ഇതെല്ലാം ഞാൻ പറഞ്ഞാലും ഞാൻ പറയുന്നു, എൻ്റെ ദൈവമേ നീയാണ് എൻ്റെ ദൈവം, കാലങ്ങൾ നിൻ്റെ കയ്യിലാണ്. കാരണം പല കാലത്തിലൂടെ ഇതൊക്കെ വെളിപ്പെട്ടു വരണം, ചിന്തകളിലൂടെ ഇതൊക്കെ വെളിപ്പെട്ടു വരണം, അനുഭവങ്ങളിലൂടെ ഇതൊക്കെ വെളിപ്പെട്ടു വരണം. കാരണം ഇപ്പം കൊണ്ടൊന്നും തീരത്തില്ല. ഇപ്പം ആളുകൾ എനിക്കെതിരാകുന്നത് ഞാൻ കണ്ടു, എനിക്കെതിരെ കൂടിയിരുന്ന് ആലോചിക്കുന്നത് കേട്ടു, ഞാൻ പാഴ്പാത്രം പോലെയായി, ഞാൻ വെറും ഒരു ഓട്ടക്കാലണയ്ക്ക് തുല്യമായി. ഇതെല്ലാം സത്യമാണ്. പക്ഷേ ഇവിടെ കൊണ്ട് ആ കഥ തീരുന്നില്ലല്ലോ. നമ്മളെപ്പോഴും പറയത്തില്ലയോ, ഈ സിനിമകളിലെ കഥാപാത്രങ്ങളുടെ പ്രത്യേകത, അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെ നമ്മൾ കാണുമ്പോൾ ഓർത്തോണം, ആ കഥാപാത്രങ്ങൾ ഒത്തിരി ദുരിതങ്ങൾ അനുഭവിക്കും, അവർക്ക് പണം കാണത്തില്ല, അവരെ കൊല്ലാൻ ആളുകൾ വരും, അവർ ഒളിച്ചോടും, എല്ലാ രീതിയിലും അവർക്കെതിരെ ശത്രുക്കൾ വരും. ഇങ്ങനെ ഒത്തിരി പ്രതിസന്ധിയിലൂടെ പോകുകയാണ്. എന്നാൽ മറ്റു ചില കഥാപാത്രങ്ങളെ കാണിക്കും, ഭയങ്കര സമ്പന്നന്മാരാണ്, ഭയങ്കര വീരന്മാരാണ്, അവർക്ക് ഭയങ്കര സമ്പത്തുണ്ട്. ചിലപ്പോൾ കഥാപാത്രം നിൽക്കുന്ന കടയുടെ ഉടമസ്ഥനായിരിക്കും, വലിയ വാഹനത്തിൽ വരുന്നു, വലിയ സമ്പന്നനാണ്, വലിയ വീട്ടിൽ താമസിക്കുന്നു, ഒത്തിരി നിക്ഷേപങ്ങളുണ്ട്, ധനാട്യനാണ്. പക്ഷേ ഇതിൻ്റെ പ്രസക്തി എന്താണെന്നറിയാമോ? ഈ കഥാപാത്രങ്ങൾ അപ്രസക്ത കഥാപാത്രങ്ങളാണ്. ഇവരൊക്കെ ചില പ്രത്യേക സമയത്ത് മാത്രം വന്നു പോകുന്നവരാണ്. ഒരിക്കലും ഒരു പ്രധാനപ്പെട്ട കഥാപാത്രത്തെ, ഒരു സൂപ്പർ സ്റ്റാറിനെ അങ്ങനെ ഒരു അപ്രധാന റോളിൽ അഭിനയിപ്പിക്കത്തില്ല. പക്ഷേ സൂപ്പർ സ്റ്റാറിന് വേണ്ടി ആ കഥാകൃത്ത് എഴുതിയേക്കുന്നത്, സംവിധായകൻ നിശ്ചയിച്ചിരിക്കുന്നത്, അദ്ദേഹം ഇന്ന രീതിയിലൂടെ എല്ലാം കടന്നു പോകണം, ആ പ്രതിസന്ധിയിലൂടെ എല്ലാം കടന്നു പോകണം, ദുഃഖത്തിലൂടെ എല്ലാം കടന്നു പോകണം. പക്ഷേ ഒരു മുതുനീള കഥാപാത്രമാണ് അദ്ദേഹം. ഉയർച്ചയും താഴ്ചയും ഒക്കെ വരും. എപ്പോഴും സൂപ്പർ സ്റ്റാറിന് വിജയം മാത്രമല്ല. ഒരു സൂപ്പർ സ്റ്റാറിന് എപ്പോഴും വിജയം മാത്രം കിട്ടിക്കഴിഞ്ഞാൽ ശ്രോതാക്കൾക്കൊരു താല്പര്യമില്ല, ഒരു താല്പര്യം തോന്നത്തില്ല. ഈ സീരിയലുകളിലൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ ചില കഥാപാത്രങ്ങളെയൊക്കെ എന്തുകൊണ്ടാണ് ചിലർക്ക് വലിയ താല്പര്യം തോന്നുന്നത്? ചില കണ്ണുനീർ സീരിയലുകളിലൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? വീടുകളിലൊക്കെ ഇരുന്നു കൊണ്ട് അമ്മച്ചിമാർ വരെ, മരിക്കാൻ കിടക്കുന്ന പ്രായമായവർ വരെ
വളരെ ക്ഷീണിതർ പോലും ചില കഥാപാത്രങ്ങളെയൊക്കെ ഭയങ്കരമായി സപ്പോർട്ട് ചെയ്യും. കുടുംബവിളക്കിലെ സുമിത്രയെ പോലെയുള്ളൊരു കഥാപാത്രത്തെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ കാരണം എന്താണ്? ഈ സുമിത്രയെ യഥാർത്ഥത്തിൽ അതിൽ കഥാകൃത്തും മറ്റുള്ളവരുമൊക്കെ അതിൽ അഭിനയിപ്പിച്ചേക്കുന്നത് ഒത്തിരി ത്യാഗങ്ങൾ സഹിക്കുന്നു, ഒത്തിരി നൊമ്പരങ്ങൾ സഹിക്കുന്നു, ഒത്തിരി പ്രതിസന്ധികൾ സഹിക്കുന്നു. അവരെന്നിട്ടും വിട്ട് സംസാരിക്കുന്നില്ല, മോശമായി സംസാരിക്കുന്നില്ല, കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് ഉയരുന്നു. അങ്ങനെ പല സീരിയലുകളിലും നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അങ്ങനെയുള്ള കഥാപാത്രങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ രീതിയിലും ചിലപ്പോൾ അവർ ഊമയായിരിക്കും. അവർ പിന്നെ അപ്പം ആ ഊമയായിരിക്കുന്ന കഥാപാത്രത്തെ കാണുമ്പോൾ നമുക്കങ്ങ് ഭയങ്കര താല്പര്യമാണ്. അയ്യോ, അവരൊന്ന് സംസാരിച്ച് കേട്ടാൽ മതി, അവരുടെ ശബ്ദമൊന്ന് കേട്ടാൽ മതി. നമുക്ക് കാണുന്നവർക്കറിയാം ഈ കഥാപാത്രം യഥാർത്ഥത്തിൽ ഊമയല്ല എന്നും സംസാരിക്കുന്നവരുമാണ്. പക്ഷേ അവരുടെ ഒരു സ്വരം എന്നാ സംസാരിക്കുന്നത്, അവരുടെ കല്യാണം എന്നാ കഴിയുന്നത്, നോക്കിയിരിക്കുക. അപ്പോൾ ഈ രീതിയിൽ ഇതിനെയൊക്കെ ഒന്ന് ഫ്രെയിം വർക്ക് ചെയ്യും. ഈ ഫ്രെയിം വർക്ക് ചെയ്യുന്നതിൻ്റെ പിന്നിലുള്ള യാഥാർത്ഥ്യം എന്താണെന്ന് നമ്മൾ ചിന്തിച്ചോണം. കാരണം അത്രമാത്രം ആൾക്കാരുടെ മനസ്സിലേക്ക് ചെല്ലും. ചില കഥാപാത്രങ്ങളുണ്ട്, അവർ ഭയങ്കരമായിട്ട് സംസാരിക്കും, അവരങ്ങ് ഓവർ ആക്ടിങ് ആയിരിക്കും, ഒത്തിരി തിന്മകൾ ചെയ്യും, തെറി പറയും. എന്ന് വെച്ചാൽ ഒരു മനുഷ്യനെ കണ്ടമാനം നിന്ദിക്കുകയും കണ്ടമാനം ദുഷിക്കുകയും കണ്ടമാനം ശപിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ ഓർത്തോണം, അങ്ങനെ വിജയം പ്രാപിക്കുമ്പോൾ ഒത്തിരി വേദനിപ്പിക്കുമ്പോൾ നമ്മൾ ഓർത്തോണം, അവർ വിജയാളിയാണെന്നൊരിക്കലും സമൂഹം പറയുന്നില്ല, അവർ ജയിച്ചവരാണെന്ന് സമൂഹം പറയുന്നില്ല. യഥാർത്ഥത്തിൽ ഏറ്റവും കൂടുതൽ വെറുക്കപ്പെട്ടവരാണ്. ചില സീരിയലുകളിലും സിനിമകളിലുമൊക്കെ അഭിനയിക്കുന്ന വില്ലന്മാരെ കാണുമ്പോൾ യഥാർത്ഥ ജീവിതത്തിൽ പോലും അവർക്ക് ചില പ്രതിസന്ധികൾ വരുന്നുണ്ട്. യഥാർത്ഥത്തിൽ അവരുടെ വില്ലത്വം മാക്സിമം അവർ അഭിനയിച്ച് ഫലിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ നായിക ഒരു കണ്ണുനീർ കഥാപാത്രമാണെങ്കിൽ അത് മാക്സിമമായിട്ട് അഭിനയിച്ച് പഠിപ്പിക്കും. ചിലപ്പോൾ നമുക്ക് തോന്നും, പൊട്ടന്മാർ, പൊട്ടികൾ, ഇങ്ങനൊന്നും ആകരുത്, ജീവിക്കാൻ പറ്റത്തില്ല. യഥാർത്ഥത്തിൽ ഓർത്തോണം, നമ്മളൊക്കെ പറയത്തില്ല, ഈ ഇലക്ഷനും മറ്റും സംഭവിക്കുന്ന ഒരു കാര്യമുണ്ട്. അവരുടെ മിടുക്കുകൊണ്ട് മാത്രമല്ല ചിലപ്പോൾ ചില ആളുകൾ ജയിക്കുന്നത്, മറിച്ചൊരു സഹതാപ തരംഗമുണ്ട്. ഈ സഹതാപ തരംഗത്തിന് നമ്മളറിയാത്ത ചില ആഴങ്ങളുണ്ട്, ചില പരപ്പുകളുണ്ട്. ആ ഒരു തലം പോലെ പ്രിയമുള്ളവരെ ഇവിടെ നമ്മൾ തന്നെ ചിന്തിച്ചോണം. ഞാൻ ലജ്ജിച്ചു പോകരുതേ, നിന്നിൽ ഞാൻ ആശ്രയിക്കുന്നു എന്ന് ദാവീദ് പ്രാർത്ഥിക്കുമ്പോഴും ഹൃദയംഗമായൊരു കാര്യം നമ്മൾ മനസ്സുകൊണ്ട് ഓർത്തോണം. ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ ലജ്ജിച്ചു പോകത്തില്ല. പക്ഷേ ലജ്ജിച്ചു പോകാതിരിക്കണമെന്നുണ്ടെങ്കിൽ മനുഷ്യനെ ദൈവത്തെ ഭയവും മനുഷ്യനെ ശങ്കയും വേണം. നമ്മളെല്ലാ കാര്യത്തിലും ഒത്തിരി മിടുക്കന്മാരാണെന്നോ സമൃദ്ധരാണെന്നോ പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ പ്രാർത്ഥിച്ചതിനൊക്കെ ദൈവം മറുപടി തന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ചില പ്രത്യേകമായ ആരാധനകളെ ശൈലികളെയും ഒക്കെ ഞങ്ങളെപ്പോലെയൊക്കെ ഉള്ളവർ എതിർക്കുകയല്ല, അതിനെയൊക്കെ ഓർത്ത് വ്യസനം തോന്നുന്നതിൻ്റെ കാരണം ഇതുതന്നെയാണ്. പറഞ്ഞാൽ കിട്ടി ചാടിത്തുള്ളുന്നു, പ്രത്യേകമായ പ്രവചനങ്ങൾ നടത്തുന്നു, പ്രത്യേകമായ ആക്രോശങ്ങൾ നടത്തുന്നു, ജനങ്ങളെ വഞ്ചിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോടൊരു കാര്യം പറഞ്ഞോട്ടെ. ഞങ്ങളൊക്കെ ആത്മീയ പിതാക്കന്മാരായി നിങ്ങൾ കാണുന്നുണ്ടല്ലോ. ഒരിക്കലും വലിയ സിദ്ധികൾ ചെയ്യുവാൻ തക്കവണ്ണമുള്ള ശക്തിയൊന്നും ഞങ്ങൾക്കുള്ളതായിട്ട് തോന്നിയിട്ടില്ല, അങ്ങനെ അനുഭവപ്പെട്ടിട്ടുമില്ല. പ്രത്യേകമായ വലിയ രഹസ്യങ്ങളൊന്നും വെളിപ്പെടണമെന്ന് ആഗ്രഹിച്ചിട്ടുമില്ല. ഒരു കാര്യമേ എപ്പോഴും ആഗ്രഹിക്കത്തുള്ളൂ, ദൈവമേ ഒരു 100 അടിക്ക് അപ്പുറത്തുള്ള കാഴ്ചയൊന്നും തരണമെന്ന് പറയാറില്ല. ഒരു കാര്യം കണ്ണുനീരോടെ പറയാറുണ്ട്, ദൈവമേ അടുത്ത സ്റ്റെപ്പ് വയ്ക്കാനുള്ള വെളിച്ചമൊന്ന് തരണം. ആ സ്റ്റെപ്പിൽ പോകുമ്പോൾ ദൈവം അടുത്തത് തരും. എല്ലാം മൊത്തത്തിൽ കിട്ടണ്ട. ഒരു വീട് പണിയാൻ പ്രാർത്ഥിക്കുമ്പോൾ അതിനാവശ്യമായ 30 ലക്ഷം രൂപ വേണമെങ്കിൽ 30 ലക്ഷം രൂപയും ഇപ്പം തന്നെ കൊണ്ട് തരണമെന്ന് ഞാൻ പ്രാർത്ഥിക്കാറില്ല. ഘട്ടം ഘട്ടമായി കിട്ടിയാൽ മതി. ആരും പരിഹസിക്കാത്ത രീതിയിൽ മുൻപോട്ട് പോയാൽ മതി. നമ്മളെ സമീപിക്കുന്ന പലരുമുണ്ട്. ചിലപ്പോൾ ചിലരുടെ പ്രതിസന്ധി കാണുമ്പോൾ അവരെ സാമ്പത്തികമായിട്ട് സഹായിക്കാൻ നമുക്ക് പറ്റിയെന്ന് വരത്തില്ല. അവർക്ക് വേണ്ട ഉപദേശങ്ങൾ പൂർണ്ണമായിട്ട് കൊടുക്കാനുള്ള ശേഷിയും കാണത്തില്ല. അവരെ സംതൃപ്തിപ്പെടുത്തി വിടാനും പറ്റത്തില്ല. പക്ഷേ ഒരു കാര്യം മാത്രമേ ചെയ്യത്തുള്ളൂ, ദൈവമേ നിൻ്റെ കുഞ്ഞ് ഒത്തിരി ഭാരപ്പെട്ടാണ് വന്നിരിക്കുന്നത്, ഒരുപാട് പ്രയാസമുണ്ട്, നിനക്കൊരു ഹിതമുണ്ട്, ആ കുഞ്ഞിന് പ്രയോജനമുള്ളത്, ആ കുട്ടികൾക്ക് അനുഗ്രഹമായത് നീ ചെയ്തു കൊടുക്കണം. പലപ്പോൾ കുഞ്ഞുങ്ങളെയൊക്കെ പ്രാർത്ഥിക്കാൻ കൊണ്ടുവരുമ്പോഴും പ്രാർത്ഥിക്കുന്ന കൂടുതലൊന്നും പ്രാർത്ഥിക്കാനില്ല. അവരെ ഒത്തിരി മിടുക്കരും സമർത്ഥരും ഒന്നും ആകണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ട്. ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു, പരീക്ഷയ്ക്ക് ടെസ്റ്റ് എഴുതാൻ വേണ്ടി വരുന്നു, ഈ ടെസ്റ്റ് ഇവർക്ക് കിട്ടണം, നമ്മൾക്ക് ആഗ്രഹമുണ്ട്, മനസ്സുകൊണ്ട് ആഗ്രഹമുണ്ട്. അതുപോലെ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. 1000 പേര് ടെസ്റ്റ് എഴുതുന്നു. ചിലപ്പോൾ ആകെ 10 25 പേർക്കായിരിക്കും അവിടെ നിയമനം കിട്ടുന്നത്. ആ നിയമനം ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. നമ്മുടെ അടുക്കൽ വന്നതുകൊണ്ട് അല്ലെങ്കിൽ ഒരു ദേവാലയത്തിൽ കൊണ്ട് നേർച്ച ഇട്ടതുകൊണ്ട് ആ നേർച്ച ഇടുന്നവൻ 1ാം റാങ്ക് കിട്ടണമെന്ന് ആരും പ്രാർത്ഥിക്കത്തില്ല. അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് പ്രയോജനമില്ല.
പിന്നെ പ്രാർത്ഥിക്കും, ദൈവമേ അവർക്ക് ഗുണകരമായിട്ടുള്ളത് പ്രയോജനകരമായിട്ടുള്ളത് നീ ചെയ്തു കൊടുക്കണം. ഞങ്ങൾക്ക് ഉപദ്രവവും നഷ്ടവും വരുത്തുന്ന സകലത്തെയും ഗുണകരവും പ്രയോജനകരവുമായി എളുപ്പത്തിലും വേഗത്തിലും നീ വ്യത്യാസപ്പെടുത്തി തരണം. ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കാനേ നമുക്ക് പറ്റത്തുള്ളൂ. ചിലപ്പോൾ ചില മനുഷ്യരുണ്ട്, ചിലരുടെ കാര്യങ്ങൾ കാണുമ്പോൾ നമുക്ക് അവകാശവാദങ്ങളൊന്നും അവരുടെ മേൽ ഉന്നയിക്കാൻ പറ്റത്തില്ല. പക്ഷേ അറിയാതെ കരഞ്ഞു പ്രാർത്ഥിച്ചു പോകും. തമ്പുരാനെ, നിൻ്റെ കരുണാവർഷം അവരിൽ ഉണ്ടാകണം, നിൻ്റെ കൃപ അവരിൽ ഉണ്ടാകണം. ലജ്ജിച്ചു പോകാനിടയാകരുത്. അതേ പ്രിയമുള്ളവരെ, ലജ്ജിക്കപ്പെടാത്ത സാക്ഷികളായി ജീവിക്കുവാൻ വേണ്ടിയാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത്. യഹോവയിൽ ആശ്രയം വെച്ചതുകൊണ്ട്, യഹോവയെ പിന്തുടർന്നതുകൊണ്ട്, യഹോവയ്ക്കു വേണ്ടി ദൈവത്തിൻ്റെ ആലയത്തിന് വേണ്ടി വല്ലതും ചെയ്തതുകൊണ്ട് എല്ലാവരേക്കാളും ഉന്നതനാകണമെന്ന് നമ്മൾ ആഗ്രഹിക്കേണ്ട. ഞാൻ നിന്നെ വാലല്ല തലയാക്കുമെന്ന് വാഗ്ദാനം ചെയ്ത ദൈവത്തിൻ്റെ ഒരു കരുണയുണ്ട്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ചില സമയത്തിൽ തലയായിരിക്കുന്നത് വലിയ ബാധ്യതയാണ്. വാലായിരിക്കുന്നോ നല്ലതാകുന്ന ചില സാഹചര്യങ്ങളുണ്ട് പ്രിയപ്പെട്ടവരെ. ചിലപ്പോൾ ചിലർ പറയത്തില്ലയോ, പ്രൊമോഷനൊക്കെ കിട്ടുമ്പോൾ ചിലർ പറയും, അധ്യാപകരാണെങ്കിൽ തന്നെ പറയും, ഓ വേണ്ട പ്രിൻസിപ്പൾ ആകണ്ട. ചിലപ്പോൾ പ്രൊമോഷൻ കിട്ടി ദൂരെയായിട്ട് പോകാൻ പോകും. അപ്പം പറയും, ഞങ്ങൾക്കിത് മതി, പ്രൊമോഷൻ ഇപ്പോൾ എടുക്കുന്നില്ല. കാരണം അവർക്ക് കഴിവില്ലാഞ്ഞിട്ട് തന്നല്ല, ചിലപ്പോൾ ഓവർ ടെൻഷൻ എടുക്കാൻ, റിസ്ക് എടുക്കാനുള്ള സാധ്യത അതില്ല. ചിലപ്പോൾ ഫ്രണ്ടിലൊക്കെ നിൽക്കുന്നത്, തലയാട്ട് നിൽക്കുന്നത് വലിയ ബാധ്യതയാണ് പ്രിയമുള്ളവരെ. അതുകൊണ്ട് നമ്മളൊന്ന് പ്രാർത്ഥിക്കണം, ദൈവമേ നിങ്കിൽ ഞാൻ ആശ്രയം വെച്ചിട്ടുണ്ട്, നിന്നെ ഞാൻ പിന്തുടരുന്നുണ്ട്. പക്ഷേ നീ തലയായിട്ടിരുന്നാൽ മതി, ഞാൻ തലയാകണ്ട. നീ തലയായിട്ടിരുന്നാൽ നിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമായിട്ട് ഞാനായാൽ മതി. എവിടെയാണ് എൻ്റെ സ്ഥാനമെന്ന് ഞാൻ ചിന്തിക്കണ്ട, നീ ചിന്തിച്ചാൽ മതി. ഞാൻ കണ്ണാകണമെന്ന് നീ ആഗ്രഹിച്ചാൽ കണ്ണാക്കിക്കോ. അല്ല, ഒരു നഖമായിട്ട് മാത്രം മാറ്റപ്പെടണമെന്നാണ്, ഒരു ചെറിയൊരു രോമമായിട്ടാണ് മാറ്റപ്പെടണമെന്ന് നീ ആഗ്രഹിച്ചെങ്കിൽ അങ്ങനെ മതി. കാരണം അതിലൂടെ ഇരുന്നുകൊണ്ട് പല കാര്യങ്ങൾ ചെയ്യുവാനുണ്ട്. ഞാനൊരു രോമമായി നഖമായിരുന്നാൽ ഞാനാകുന്ന രോമകൂമങ്ങൾ ശക്തമായ രീതിയിൽ ശരീരത്തെ സംരക്ഷിക്കുവാനുള്ള തയ്യാറെടുപ്പ് ദൈവം തന്നാൽ മതി. ഞാനൊരു നഖമായിരുന്നാൽ ഞാൻ ഭംഗിയുള്ള ഒരു നഖമായി, മലിനതയില്ലാത്തൊരു നഖമായി ഞാൻ മാറ്റപ്പെട്ടാൽ മതി. ആ രീതിയിൽ നമ്മൾ പ്രാർത്ഥിച്ചാൽ മതി. അപ്പോൾ ദൈവത്തിൽ ആശ്രയം വയ്ക്കുമ്പോൾ നമുക്ക് ലജ്ജിച്ചു പോകേണ്ടി വരത്തില്ല. അതുകൊണ്ട് തന്നെ ദാവീദ് രാജാവ് പ്രാർത്ഥിച്ചു ദൈവസന്നിധിയിൽ, ദൈവമേ നിങ്കിൽ ആശ്രയം വെച്ചതിനാൽ ഞാൻ ലജ്ജിച്ചു പോകരുതേ എന്ന് പ്രാർത്ഥിച്ചവൻ പോകയില്ല എന്ന് സാക്ഷിച്ചു. ദാവീദ് രാജാവായി മാത്രം മാറ്റപ്പെട്ടവനല്ല, ആടുമാടുകളെ മേയിച്ചിട്ടുണ്ട്. വെറുമൊരു പാട്ടുകാരനായി, വാദ്യക്കാരനായി മാത്രം പ്രവർത്തിച്ചിട്ടുണ്ട്. പിന്നീട് ഒരു മനോരോഗിയെപ്പോലെ അഭിനയിക്കേണ്ടി വന്നിട്ടുണ്ട് ശത്രുക്കളുടെ ഇടയിൽ. സ്വന്തം മോന് ആട്ടിയിറക്കി വിട്ടിട്ടുണ്ട്. പഴയകാലത്ത് ബഹുഭാര്യാത്വം നിലവിലിരുന്ന ഒരു കാലഘട്ടമാണ്. അന്ന് ആ ദാവീദ് രാജാവിൻ്റെ ഭാര്യമാരെ വരെ തട്ടിയെടുത്ത് ദാവീദിനെ തൻ്റെ മകനായ ശലോമോൻ ഓടിച്ചു വിട്ടിട്ടുണ്ട്. തൻ്റെ സേവകൻ രക്തപാതകനും ചതിയനെന്നും വഞ്ചകനെന്നും പറഞ്ഞ് മരുഭൂമിയിൽ പട്ടിണി കിടന്നപ്പോൾ മണൽ വാരി എറിഞ്ഞിട്ടുണ്ട്. കൂടെ ഉണ്ടായിരുന്നവർ അവസാനം വാർദ്ധക്യത്തിലായിരുന്നപ്പോൾ അതുവരെയും തന്നോടൊപ്പം ഉണ്ടായിരുന്നവർ കാലുവാരിയിട്ടുണ്ട്. പടയാളിയായിരുന്ന സേനാനായകനായിരുന്ന യോശിയാവ് കാലുമാറി ചവിട്ടി ദാവീദ് ആഗ്രഹിച്ച പിൻഗാമിയേക്കാളും ശലോമോനേക്കാളും അദോനിയാവിനെ പിന്തുണച്ചിട്ടുണ്ട്. ദാവീദിനോടൊപ്പമായിരുന്ന മന്ത്രി അഹീദോഫൽ ഒരു പ്രത്യേക കാലഘട്ടത്തിൽ ദാവീദ് ഓടി ഒളിച്ചപ്പോൾ ദാവീദിനെ പിന്തള്ളിക്കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ അധികാരത്തിൻ്റെയും പദവിയുടെയും നടുവിലും ഇല്ലായ്മയുടെ നടുവിലും ഈ ദുരിതങ്ങളൊക്കെ ദാവീദ് അനുഭവിച്ചിട്ടുണ്ട്. പ്രിയമുള്ളവരെ, നിങ്ങളും ഞാനും ഒക്കെ ഓർത്തോണം, നമ്മളിന്ന് നേരിടുന്ന പല പ്രതിസന്ധികളും ഇതുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ ഒന്നുമില്ല. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കോ. സ്വന്തം അധികാരത്തിൽ നിന്ന് അവനെ ആട്ടി ഓടിച്ച് അവൻ്റെ ഭാര്യമാരെ പിടിച്ചടക്കിയ ഒരു മകൻ്റെ മനോഭാവം, പട്ടിണി കിടന്നപ്പോൾ അതുവരെ ഓ അച്ചാവോ എന്ന് പറഞ്ഞുകൊണ്ട് നടന്ന മഹാരാജാവ് ജയിക്കട്ടെ എന്ന് പറഞ്ഞ ഒരു വ്യക്തി രക്തപാതകനെന്നും നീചനെന്നും വിളിക്കപ്പെട്ട ഒരു കാലഘട്ടം. നമ്മളുമൊക്കെ ചിലപ്പോൾ കടന്നു പോകുന്നത് ഇതിനോട് തുല്യമോ ഇതിലുപരിയോ ആയിരിക്കും. പക്ഷേ ഇവരൊക്കെ എങ്ങനെയാണ് ആ സാഹചര്യങ്ങളെ അതിജീവിച്ചതെന്ന് നിങ്ങളും ഞാനും ചിന്തിക്കണം. അതുകൊണ്ട് ദാവീദ് പറഞ്ഞ ആ പ്രാർത്ഥന, എൻ്റെ ദൈവമേ നിന്നിൽ ഞാൻ ആശ്രയിക്കുന്നു, ഞാൻ ലജ്ജിച്ചു പോകരുതേ. ഈ ലജ്ജിച്ചു പോകുക എന്നുള്ളത് കൊണ്ട് ദാവീദ് എന്താണ് അർത്ഥമാക്കിയത്? നിന്നിൽ ആശ്രയിച്ചതുകൊണ്ട് ഞാൻ ലജ്ജിച്ചു പോകരുതേ എന്ന് പറഞ്ഞതുകൊണ്ട് ആഗ്രഹിച്ചതൊന്നും കിട്ടാത്തത് കൊണ്ടുള്ള ഒരു ലജ്ജയല്ല. നല്ല സാക്ഷി എന്ന് പേര് കിട്ടുന്നവനെ സംബന്ധിച്ച് ലജ്ജിക്കപ്പെടുന്നത് ഈ ലോകത്തിലല്ല, ദൈവസന്നിധിയിൽ ലജ്ജിക്കപ്പെടാൻ പാടില്ല.
രാജാധിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ളാറായി. ക്ലേശം തീർന്നു നാം നിത്യം വസിപ്പാൻ വാസമൊരുക്കാൻ പോയ പ്രിയൻ താൻ. യുഗയുഗമായി പ്രിയൻ കൂടെ നാം വാഴും സുദിനം ആസന്നമായി. കാഹളധ്വനി കേൾക്കും മാത്രയിൽ മറുരൂപമായി എഴുന്നള്ളാറായി. കാഹളധ്വനി കേൾക്കും മാത്രയിൽ മറുരൂപമായി എഴുന്നള്ളാറായി. രാജാധിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ളാറായി. പ്രിയമുള്ളവരെ, ലജ്ജ എന്ന് പറയുന്നതിനെ രണ്ട് രീതിയിൽ നമ്മൾ എടുക്കണം. ലജ്ജ പല രീതിയിലാകാം, പല വ്യാഖ്യാനങ്ങളുണ്ട്. ഒരു മനുഷ്യൻ ലജ്ജിക്കപ്പെടുന്നത് എവിടേക്കാണ്? അവൻ മനസ്സുകൊണ്ട് ലജ്ജിക്കപ്പെടാം. അതായത് ചിലപ്പോൾ ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഒക്കെ ഉണ്ടാകുമല്ലോ. എന്നെക്കൊണ്ട് പറ്റത്തില്ല, ഞാൻ ചെയ്യത്തില്ല, ആരും എന്നെക്കുറിച്ച് നന്മ പറയത്തില്ല, ഞാൻ മോശക്കാരനാണ്, കൊള്ളരുതാത്തവനാണ്. ആ കൊള്ളരുതാത്തവനെന്ന് പറഞ്ഞ പശ്ചാത്താപം ലജ്ജയ്ക്ക് വഴിമാറുകയാണ്. അതായത് പത്രോസ് കർത്താവിനെ തള്ളിപ്പറഞ്ഞു, യൂദാ കർത്താവിനെ ഒറ്റിക്കൊടുത്തു. 3 തവണ തള്ളിപ്പറഞ്ഞ പത്രോസ് പക്ഷേ കണ്ണുനീർ തുള്ളികളാൽ ചാലിക്കപ്പെട്ടവരായി കർത്താവിൻ്റെ ക്രൂശിൻ്റെ പിന്നാലെ വന്നു. അവന് ലജ്ജയൊക്കെ തോന്നി. പക്ഷേ ആ മനസ്സിലെ ലജ്ജ പാപഭാരം പശ്ചാത്താപത്തിലേക്ക് നയിച്ചു. യൂദായ്ക്ക് ലജ്ജ തോന്നി. താൻ കർത്താവിനെ ഒറ്റിക്കൊടുത്താലും വെള്ളി നാണയങ്ങൾ വാങ്ങിച്ചാലും കർത്താവ് എങ്ങനെയെങ്കിലും അത്ഭുതങ്ങൾ പ്രവർത്തിച്ച് രക്ഷപ്പെടുമെന്ന് അവൻ ചിന്തിച്ചു. പണം തൻ്റെ കയ്യിലും ഇരിക്കും, കർത്താവ് രക്ഷപ്പെടുകയും ചെയ്യും. അങ്ങനെ 2 രീതിയിൽ പ്രയോജനം അവൻ ചിന്തിച്ചു. പക്ഷേ കർത്താവ് ക്രൂശിക്കപ്പെടുന്നു എന്നറിഞ്ഞപ്പോൾ യൂദാ അവൻ ലജ്ജിതനായി, തല ഉയർത്താൻ പറ്റാതെ മനസ്സുകൊണ്ട് തകർക്കപ്പെട്ടവനായി അവൻ തൻ്റെ നാണയവുമായി മഹാപുരോഹിതന്മാരുടെ അടുക്കൽ ചെന്നു. കുറ്റമില്ലാത്ത രക്തത്തെ ഞാൻ കാണിച്ചു തന്നതിനാൽ ഞാൻ പാപം ചെയ്തു. അതുകൊണ്ട് ഈ നാണയം ആലയത്തിലിടണം. മഹാപുരോഹിതന്മാർ കൊടുത്ത നാണയമാണ്, ആലയത്തിൽ നിന്ന് കിട്ടിയ നാണയമാണ്. മഹാപുരോഹിതന്മാരുടെ കുടുംബസ്വത്തൊന്നും എടുത്തു കൊടുത്തതല്ല. അവിടെ ആലയത്തിൽ വീണ നാണയമാണ് കർത്താവിനെ ഒറ്റിക്കൊടുക്കുവാൻ തക്കവണ്ണം നാണയമാക്കി മാറ്റി യൂദായുടെ കയ്യിൽ കൊടുത്തത്. അപ്പോൾ ഓർത്തോണം, നേർച്ചപ്പണം തന്നെ രക്തനാണയങ്ങളായി മാറ്റപ്പെടുകയാണ്. അപ്പോൾ കർത്താവിൻ്റെ രക്തത്തിൻ്റെ വിലയാക്കി മാറ്റപ്പെടുകയാണ്. എന്ത് ചേഞ്ചസാണ് നടക്കുന്നതെന്ന് ഓർത്തോ പ്രിയപ്പെട്ടവരെ. കർത്താവിൻ്റെ ആലയത്തിൽ ഇട്ട നാണയം, ആരൊക്കെയോ കണ്ണുനീരോടെ കരഞ്ഞു പ്രാർത്ഥിച്ചിട്ട നാണയം, നിവർത്തിയാകുവാൻ വേണ്ടി ഇട്ട നാണയം, നേർച്ച നിവർത്തിയാകുവാൻ ഇട്ട നാണയം, അതെടുത്ത് യൂദായ്ക്ക് കൊടുക്കുന്നു. യൂദാ അതിനെ തിരിച്ചുകൊണ്ട് വീണ്ടും ചെല്ലുന്നു, അതിനെ രക്തവിലയായി കാണുന്നു. അവരത് ഏറ്റെടുത്തില്ല. അപ്പോൾ യൂദായ്ക്കറിയാം ഈ പണവും കൊണ്ട് പോയിട്ട് കാര്യമൊന്നുമില്ല. അവനൊത്തിരി ലജ്ജിതനായി, നാണക്കെട്ടവനായി, അവരുടെ മുൻപിൽ നാണക്കെട്ടു. കർത്താവിനെ നോക്കുവാൻ പറ്റുന്നില്ല, സഹശിഷ്യന്മാരെ നോക്കുവാൻ പറ്റുന്നില്ല, അറിയിപ്പുകാരെ നോക്കാൻ പറ്റുന്നില്ല, കർത്താവിനോടൊപ്പം നടന്നവരെ നോക്കാൻ പറ്റുന്നില്ല. കാരണം കർത്താവിൻ്റെ കൂട്ടത്തിൽ അവർക്ക് പണസഞ്ചി സൂക്ഷിക്കപ്പെട്ടിരുന്ന യൂദായാണ് നിരാശയോടുകൂടി അങ്ങനെ ചിന്തിക്കുന്നത്. അവൻ പോയി ഈ നാണയം വലിച്ചെറിഞ്ഞ് കെട്ടിഞ്ഞാണ് ചത്തു. ഓർത്തു നോക്കണം പ്രിയമുള്ളവരെ, ദൈവത്തിൽ നിന്നകന്ന് ലജ്ജ കൊണ്ട് മൂടപ്പെട്ടവൻ്റെ ജീവിതത്തിൽ വരുന്ന പരാജയം എങ്ങനെയൊക്കെയാണെന്ന് ഓർത്തോണം. അങ്ങനെ ശപിക്കപ്പെട്ടവനായി ലജ്ജിതനായി മാറ്റപ്പെട്ട, ദൈവത്തിൽ നിന്നകന്ന് ലജ്ജയ്ക്ക് പ്രതിവിധി കണ്ടെത്തുവാൻ വേണ്ടി ഓടിയവൻ്റെ കയ്യിലെത്തിയ നേർച്ച രക്തത്തിൻ്റെ വിലയായി. ആ രക്തത്തിൻ്റെ വില അവർ സ്വീകരിച്ചില്ല, അത് വലിച്ചെറിഞ്ഞു. അപ്പോൾ അവർ ആ പണം എടുത്ത് എന്ത് ചെയ്യണമെന്ന് അവർ ചിന്തിച്ചു. അവർ ചിന്തിച്ചിട്ടൊരു കാര്യം കണ്ടെത്തി. അനാഥന്മാരെ കുഴിച്ചിടുവാൻ തക്കവണ്ണം കുശവൻ്റെ നിലം വാങ്ങി. അതിന് അക്കൽദാമ രക്തനിലം എന്ന് പേരുമിട്ടു. അപ്പോൾ മറ്റൊന്നും ചെയ്തില്ല. ഇനിയും ഈ പണം ദൈവാലയത്തിലേക്കേ വേണ്ട. ദൈവത്തിനെതിരെ ദൈവദോഷൻ പറയുന്നു എന്ന് പറഞ്ഞവനെ ഒറ്റിക്കൊടുക്കാൻ വേണ്ടി, എന്ന് വെച്ചാൽ നേർച്ച പോലെ അവരും കണക്കാക്കി കൊടുത്ത പണമാണ്. പക്ഷേ തിരിച്ചത് കയ്യിലോട്ട് വന്നപ്പോൾ ലജ്ജിതൻ്റെ കയ്യിലെ, ദൈവമില്ലാത്ത ലജ്ജിതൻ്റെ കയ്യിലെ പണം അത് ആലയത്തിലിടാൻ പോലും തയ്യാറാകുന്നില്ല. എന്തോ ഒരു ചേഞ്ചാണ് വരുന്നത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഓർത്തോണം പ്രിയപ്പെട്ടവരെ.
ലജ്ജിക്കപ്പെട്ടു പോകുക എന്നുള്ളതിൻ്റെ ഒരു വലിയൊരു ഒരു വീഴ്ചയുടെ തലമ ഞാൻ നിങ്ങളെ കാണിച്ചു കൊടുത്തത്. നമുക്ക് ദൈവസന്നിധിയിൽ പറയാം, ദൈവമേ, ഞാൻ ലജ്ജിക്കപ്പെട്ടു പോകരുതേ. എനിക്ക് ലജ്ജിക്കാൻ ഒത്തിരി കാരണങ്ങളുണ്ട്. ഈ വചനം കേൾക്കുന്നവർ പല രീതിയിൽ മറ്റുള്ളവരെ അഭിസംബോധന ചെയ്യാൻ പറ്റത്തില്ല. ചിലർക്ക് നല്ല സമ്പന്നരായി ജീവിച്ചെന്നൊന്നും ഇല്ലാത്തതുകൊണ്ട് ലജ്ജിതരായവരുണ്ട്. മറ്റു ചിലർ നല്ല കാര്യങ്ങൾ ചെയ്യണമെന്നിറങ്ങി പുറപ്പെട്ട് പ്രവർത്തിച്ചു, ഇടനിലക്കാർ വഞ്ചിച്ച്, പണം വഞ്ചിച്ച്, ആ രീതിയിൽ വഞ്ചകന്മാരും ചതിയന്മാരുമായി മുദ്രയിടപ്പെട്ടവരുണ്ട്. ഒരുപക്ഷെ അതുകൊണ്ട് അവർക്ക് യാതൊരു പ്രയോജനവും കിട്ടിയിട്ടില്ല. ചിലരൊക്കെ മറ്റു ചില കാര്യങ്ങൾ നടത്തി പൊട്ടിപ്പോയതുകൊണ്ട് ലജ്ജിക്കപ്പെട്ടവരുണ്ട്. ബാധ്യത കൊണ്ട് ലജ്ജിക്കപ്പെട്ടവരുണ്ട്. തിരിച്ചു കൊടുക്കാമെന്ന് വാങ്ങിയിട്ട് തിരിച്ചു കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് ലജ്ജിക്കപ്പെട്ടവരുണ്ട്. സ്വന്തം മക്കൾ വ്യർത്ഥമായ രീതിയിൽ പ്രവർത്തിച്ച് ആരുടെയോ കൂടെയൊക്കെ ഒളിച്ചോടിപ്പോയതുകൊണ്ട് ലജ്ജിക്കപ്പെട്ടവരുണ്ട്. സ്വന്തം മക്കൾ തടവറയിലായി, ജീവിത പങ്കാളി തടവറയിലായി, അത് പോക്സോ കേസിലോ മറ്റ് കേസുകളിലോ കൊലപാതക കേസുകളിലോ അടിപിടി കേസുകളിലോ ഒക്കെ ആയതുകൊണ്ട്, നല്ല കുടുംബത്തിൽ ജനിച്ചിട്ട് പോലും ആ രീതിയിൽ വന്നതുകൊണ്ട് ലജ്ജിക്കപ്പെട്ടവരുണ്ട്. സാത്താൻ ആരാധനയ്ക്കും മറ്റും പ്രവർത്തിച്ച് അനേകരെ കൊന്നതുമൂലം ലജ്ജിക്കപ്പെട്ടവരുണ്ട്. ഉപദേശങ്ങൾ കൊടുത്ത് വീണുപോയതിനാൽ മറ്റുള്ളവരെ അതിജീവിക്കുവാൻ, ഫേസ് ചെയ്യുവാൻ പറ്റാതെ പോയവരുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, എന്തൊക്കെ വന്നാലും നീ ലജ്ജിക്കണ്ട. നിൻ്റെ ലജ്ജ മാറ്റുന്ന ഒരു ദൈവമുള്ളതുകൊണ്ട് ആ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് തിരിച്ചു വരിക. ആ ദൈവം നിനക്ക് ശക്തിയും ബലവും നൽകും. നീ ജയഘോഷം പ്രാപിക്കും, സമാധാനം പ്രാപിക്കും, ദൈവ മനസ്സുള്ളവനായി മാറും. നമ്മുടെ ലജ്ജയെ സന്തോഷമാക്കുന്ന, നമ്മുടെ പരാജയത്തിന് കിരീടം നൽകുന്ന, നമ്മുടെ വിജയത്തിന് അനുഗ്രഹം നൽകുന്ന ആ വലിയ ദൈവത്തെ നമുക്ക് അവസാനത്തോളം പിന്തുടരാം. 25-ാം സങ്കീർത്തനം 2-ാം വാക്യം, എൻ്റെ ദൈവമേ, നിന്നിൽ ഞാൻ ആശ്രയിക്കുന്നു, ഞാൻ ലജ്ജിച്ചു പോകരുതേ എന്ന ചിന്ത, ആ ആത്മശക്തീകരണത്തിന് നമ്മൾക്ക് ഹിതമാകട്ടെ. ദൈവം തന്നെ വലങ്കരം നീട്ടി നിങ്ങളെല്ലാവരെയും സദാകാലവും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകണം.